അങ്ങനെ 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 നമ്മുടെ നായികമാർ ഒക്കെ ഷോക്കായിരിക്കുകയാണ്. കാരണം ഇവരെ ഇങ്ങനെ കണ്ണൻ്റെ വേഷത്തിൽ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്, അതിലുപരി വിഷമമുണ്ട്, അതിലുപരിയിലുപരി ദേഷ്യമുണ്ട്. ചാടി കയറി നമ്മളെല്ലാവരും പറയാണ്, നിങ്ങളെന്ത് നമ്മൾ ഷിപ്പൊക്കെ കയറി വന്നേ, ഇന്നലെ വരാൻ പറഞ്ഞപ്പോൾ ഇന്ന് കയറി വരുന്നോ, അതോ ഇന്ന് രാവിലെ? ഈശ്വരാ, 1 2 3 വർഷത്തെ കണി പോയി കിട്ടി. എന്തുവാ മനുഷ്യൻ, നിങ്ങൾക്ക് പറഞ്ഞിട്ടൊക്കെ കയറി വന്നൂടെ? സത്യം മനുഷ്യ, നിങ്ങളെന്തിനാ മനുഷ്യ ഇപ്പം കയറി വന്നേ? പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കയറി വരുന്നതിൻ്റെ സമയം ഒക്കെ ചോദിക്കണം. ചോദിക്കണം. ഞങ്ങളെ കൊണ്ട് വിടപ്പം. അത് എവിടുന്ന്? മര്യാദക്ക് അവള് പറയുന്നത് കേട്ടോ. എൻ്റെ അടുത്തൊക്കെ ഇന്നലെ കയറി വരാൻ പറഞ്ഞപ്പോൾ ഇന്ന് കയറി വരുന്ന ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോവാ. അതും പറഞ്ഞു നമ്മളെ മുത്തശ്ശി, അച്ഛൻ, അമ്മ എന്നിവർ അങ്ങ് കയറിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ നായകന്മാർ അകത്തോട്ട് കയറ്റുന്നില്ല. എന്നാലും എൻ്റെ കിച്ചുവേട്ടൻ പോലും എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അതിന് പറഞ്ഞ പിന്നെ എങ്ങനെയാ ഇതൊരു സർപ്രൈസ് ആവുന്നത്? സർപ്രൈസ് എന്തായാലും കാണാൻ ചത്തൊക്കെ ഉണ്ട് ഈ ഒരു കണ്ണൻ്റെ വേഷത്തിൽ കാണാൻ. അല്ല, ഞാനൊരു കൊച്ചുകള്ളനല്ലേ? എന്താ ഒരു കുട്ടിക്കള്ളനല്ലേ? കണ്ണനോ? കണ്ണൻ എത്ര ഭാര്യമാരാ? കുറെ ഉണ്ട്. അപ്പം ഞാനാരാ നിങ്ങളെ? നീ എൻ്റെ രാധയല്ലേ? അപ്പം എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല? പിന്നെ നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങൾ രാധയാണ്. എന്തായാലും ഞങ്ങൾ 3 പേരും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, അങ്ങോട്ട് വരുവാ. മുത്തശ്ശീല കിട്ടിയിട്ട് ബാക്കി ഞങ്ങൾ തരാം കേട്ടോ. പനിഷ്മെൻറ്റ് 3 പനിഷ്മെൻ്റ് ഉണ്ട് കേട്ടോ. 3 പനിഷ്മെൻറ്റോ? ഓ മൈ ഗോഡ്, നമ്മൾ പെട്ട് മോനെ പെട്ട്. എടാ ചേട്ടാ, എടാ ചിഷ്ണ ചേട്ടാ, സോറി മോനെ. മോനോ? എവിടത്താ മോൻ? ഇങ്ങനെ ഞാൻ കൊല്ലൂടാ. വാടാ എടാ പന്നി, വാ നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ചെന്നതും നമ്മുടെ അച്ചമ്മ, രാവിലെ തന്നെ വന്നേക്കുവാ 3 എണ്ണം കൂടെ ഒരുങ്ങി. ഞാൻ എന്ത് പറയാനാ, നീയൊക്കെ എന്തിനാടാ ഇപ്പൊ വന്നത്? കൂടെ കഴിഞ്ഞു വന്നൂടായിരുന്നോ? അത് പിന്നെ മുത്തശ്ശിയോ? ഞാൻ നിന്റെ അച്ചാമ്മയാ, മുത്തശ്ശിയല്ല. അത് പിന്നെ അച്ഛാമ്മ. സോറി അച്ഛാമ്മ, സോറി 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 സോറി. അവൻ്റെ അടുത്ത് ഇന്നലെ വരാൻ പറഞ്ഞപ്പോൾ അവന് വരാൻ വയ്യ. ഞാനും വിളിച്ചു, എന്നിട്ടും വന്നില്ല. എന്നിട്ട് അവനിപ്പോൾ സർപ്രൈസായിട്ട് കയറി വന്നു നോക്കുന്ന 3 എണ്ണം കൂടെ. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എന്തിനാ ആവശ്യം? ഇന്നലെ കണി വെക്കാനായിരുന്നു നിന്നെയൊക്കെ വിളിച്ചത്. ഇന്നലെ ഒരു ദിവസം സന്തോഷത്തോടെ കഴിയാം. ഞങ്ങൾ അടുക്കളയിൽ പോയിട്ട്. സോറി അച്ഛാമ്മ, പ്ലീസ് അച്ഛാമ്മ. നീയൊക്കെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് സോറി പറ. അച്ഛാ സോറി. വന്നോ? ആര്? ഞങ്ങൾ വന്നിട്ട് പറയുന്നത്. ആരാ അങ്ങോട്ട്? എടാ നിന്നെ കണ്ട് എത്ര ആയടാ മച്ചമ്പി. നിന്നെ കണ്ടിട്ട് നാളായി. ഈ ലച്ചു എന്നെ വിടാത്തോണ്ടാ, അല്ലേ ഞാൻ എപ്പോഴേ ഇങ്ങ് വന്നേനെ. മനുഷ്യ, നിങ്ങളെന്താ പറയുന്നത്? ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് നടത്തി തീർത്ത് പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇയാൾ ഇന്ന് എന്നെ കൊണ്ടുവന്നറിയോ? എടീ ഇയാളോ? ചുമ്മാ ഞാനേ. ഇവിടെ അതൊക്കെ തന്നെ. വാ കയറി. ഇവിടുത്തെ വഴക്കൊക്കെ അറിഞ്ഞല്ലോ. അറിഞ്ഞു. എന്നാലും എൻ്റെ മക്കളെ ഇപ്പം കയറി വരും. അത് ഈ വേഷത്തിൽ കയറി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളും വിചാരിച്ചില്ല. സർപ്രൈസാന്നാ പറഞ്ഞേ. ഇതൊരു അപാര സർപ്രൈസായി മക്കളെ, സർപ്രൈസായി. എന്തായാലും മക്കളുടെ നമ്മളെ അടുത്തൊന്നും സോറി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ മക്കളെന്തോ പണിഷ്മെൻ്റൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ പണിഷ്മെൻ്റൊക്കെ നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ. എന്ത് പണിഷ്മെൻ്റ് ആയാലും ഞങ്ങൾ കൂട്ടുകയാണ്. അച്ഛമ്മേ, എന്താടാ എൻ്റെ പെൺമക്കള് പറയുന്നതെന്ന് കേട്ടേച്ചാ മതി. പറഞ്ഞോളൂ. ആദ്യം ഞാൻ പറയാം. ആദ്യം കയറ്റി തന്നെ പറയാം. ആദ്യത്തെ തന്നെ വെച്ചാൽ
3 പേരും ഒരാഴ്ചത്തേക്ക് ഞങ്ങളുടെ റൂമിൻ്റെ പരിസരത്ത് പോലും വന്നു പോകരുത്. അതായത് റൂമിന് പുറത്ത്. എടി എൻ്റെ കിച്ചോടിന് കിച്ചേട്ടനും കൊച്ചേട്ടനും ഒന്നുമില്ല, റൂമിന് പുറത്താണ്. റൂമിന് പുറത്ത് ഇവിടെ സോഫയൊന്നുമില്ല, പിന്നെ ഞങ്ങൾ എന്താ നടക്കാം? പാവരിച്ച് വെറും തറ അങ്ങോട്ട് കിടന്നാൽ മതി. No. Oh no. Oh no 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 no. അടുത്ത ഞാൻ പറയാം. ചേച്ചി പറഞ്ഞോ. അടുത്തതെന്ന് വെച്ചാൽ ഒരാഴ്ചത്തേക്ക് ഞങ്ങളെ തൊടാൻ പോലും പാടില്ല. എന്താ വെച്ചാ? ഞങ്ങളെ തൊട്ട് പോലും പോകരുതെന്ന്, ഞങ്ങളെ അടുത്ത് വരരുതെന്ന് പറഞ്ഞു. നിന്റെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയണോ? പറയണം. പോ കോഴിത്തരം കൊണ്ട് എൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. എന്നാലും പോകാൻ പക്ഷേ എവിടുന്ന്. അപ്പോൾ 2 ഇനി നീ ഒരാഴ്ചത്തേക്കൊന്നും അല്ല കേട്ടോ. പിന്നെ മിണ്ടായിരിക്കും ചേട്ടാ അവിടെ. എൻ്റെ പൊന്നിലാവും കുറച്ച് പണിയരാവും. ഇതൊരു മാസത്തേക്ക്. എന്ത് പണി? ഒരു മാസത്തേക്ക് നിങ്ങൾ ലീവ് എടുക്കണം. എന്തിന്? അതൊക്കെ ഉണ്ടെന്നേ. ഒരു മാസത്തേക്ക് ലീവ് എടുത്തിട്ട് ഇവിടുത്തെ ഈ നാട്ട് വഴിയാണല്ലോ നിങ്ങളുടെ അച്ഛൻ. അപ്പോൾ ആ ഒരു ചുമതല നിങ്ങൾ 3 പേരും കൂടി ഏറ്റെടുക്കണം. അച്ഛൻ ഇത്തിരി റെസ്റ്റും ആവും. താങ്ക് യു മക്കളെ, നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ അച്ഛന് റെസ്റ്റ് കൊടുത്ത് നിങ്ങൾ 3 പേരും ഇതാക്കണം. ഇതൊരുമാതിരി മറ്റേടത്തെ പണിയായിട്ട്. നിങ്ങളൊരുമാതിരി മറ്റെടുത്ത സർപ്രൈസ് അല്ല തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ എന്താണ് ഇന്നാ 3 പാടപ്പം ഉണ്ട്, എടുത്തോ, ഞങ്ങൾ പോവാം. ടാറ്റാ. എടി ഇങ്ങനെ കൊലവർ തന്നെയാണ് മാറി എന്നും പറഞ്ഞ് നമ്മളെ 3 നായകന്മാർ കഥ വടക്കാണ് കേട്ടോ. എന്ത് ദൈവമേ. അല്ല, ഇനി എണീക്കുന്ന പരിപാടിയുണ്ടോ? ഇനി ഞങ്ങൾ 8 മണിക്ക് എണീക്കും. വേണമെങ്കിൽ അവിടെ എങ്ങാനും താഴ്ചയായിട്ട് കിടന്നിറങ്ങിക്കോ. ദുഷ്ടകൾ. അങ്ങനെ നമ്മളുടെ 3 നായകന്മാരും, അതായത് ജിച്ചു, വിച്ചു, കിച്ചു 3 പേരും കൂടെ പാവരിച്ചിട്ട് കിടന്നു. ഇതോടെ എന്തൊന്നും ആവുന്നില്ല. പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്ക് അവസരം കിട്ടുമ്പോൾ ഇതിൻ്റെ 1 ഷോട്ടാണ്. എന്നാലും ഇത് തുടർന്ന് ഒന്നെനിക്ക് ഏകദേശം പാർട്സൊക്കെ ഇടാം. അതിൻ്റെ കൂടെ ചില 1 ഷോട്ട് വരുന്നുണ്ട്. അപ്പോൾ സനങ്ങിയായിരുന്നു.